ഹായ് ഡിയേഴ്സ്, എൽപിയുടെ പുതിയൊരു ക്ലാസ്സിലോട്ട് അവർക്കും സ്വാഗതം. നമ്മൾ ലാസ്റ്റ് 2 ക്ലാസ്സുകളായിക്കൊണ്ട് ഇന്റർഫറൻസ് പാറ്റേണിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഇന്റർഫറൻസ് എന്നും അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നതും അതിനാവശ്യമായിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഇന്റർഫറൻസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇന്റർഫറൻസ് ഫിനോമിന എന്നുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൽ നമ്മൾ ഫ്രെസ്നലിന്റെ ഡബിൾ മിറർ എക്സ്പെരിമെന്റും അതുപോലെ തന്നെ ബൈപ്രസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ക്ലാസ്സിലോട്ട് കിടക്കാം. സോ ഡിയേഴ്സ്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്റർഫറൻസ് ഫിനോമിനെ കിട്ടാൻ കൊഹറന്റ് സോഴ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കൊഹറന്റ് സോഴ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു സിംഗിൾ സോഴ്സിനെ 2 കൊഹറന്റ് സോഴ്സുകളായിട്ട് മാറ്റാമെന്നും പറഞ്ഞിരുന്നു. അത് എങ്ങനെ മാറ്റാം എന്നാണ് നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത്. സോ 2 മെത്തേഡ്സ് ആണ് നമുക്കുള്ളത്. എന്തിനു വേണ്ടിയിട്ട്? ഒരു സോഴ്സിൽ നിന്നും വരുന്ന ലൈറ്റിനെ 2 കൊഹറന്റ് സോഴ്സുകളാക്കി മാറ്റാനായിട്ട് 2 മെത്തേഡ്സ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ വേവ് ഫ്രണ്ടിനെ ഡിവിഷൻ ചെയ്യുന്നതിലൂടെ ഒരു സോഴ്സിൽ നിന്നും വരുന്ന ലൈറ്റിനെ നമുക്ക് 2 കൊഹറന്റ് സോഴ്സുകളാക്കി മാറ്റാൻ സാധിക്കും. അല്ലെങ്കിലോ ആംപ്ലിറ്റ്യൂഡിനെ ഡിവിഷൻ ചെയ്യുന്നതിലൂടെ. സോ എയ്തർ ബൈ മീൻസ് ഓഫ് ഡിവിഷൻ ഓഫ് വേവ് ഫ്രണ്ട് ഓർ ബൈ മീൻസ് ഓഫ് ഡിവിഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് we can produce 2 coherent sources for the interference phenomena. Okay, അപ്പൊ ഇതിൽ ആദ്യം വേവ് ഫ്രണ്ടിനെ എങ്ങനെ ഡിവിഷൻ ചെയ്തിട്ട് കൊഹറന്റ് സോഴ്സുകൾ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പൊ ഒരു സോഴ്സ് എസ് എന്നുള്ളൊരു സോഴ്സ് ഉണ്ടെങ്കിൽ ആ സോഴ്സിൽ നിന്നും ലൈറ്റ് വരുന്നുണ്ടെന്ന് വിചാരിക്കുക. ആ ലൈറ്റിനെ നമ്മൾ റിഫ്ലക്ഷൻ ചെയ്യുന്നത് മൂലം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ ചെയ്യുന്നത് മൂലം ആ സോഴ്സിന്റെ വേവ് ഫ്രണ്ടിനെ നമുക്ക് ഡിവിഷൻ ചെയ്യാനായിട്ട് സാധിക്കും. സോ എയ്തർ ബൈ മീൻസ് ഓഫ് റിഫ്ലക്ഷൻ ഓർ റിഫ്രാക്ഷൻ നമുക്ക് വേവ് ഫ്രണ്ടിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതിലൂടെ അത് 2 കൊഹറന്റ് സോഴ്സുകളായിട്ട് മാറുന്നു. പിന്നെ ഈ 2 കൊഹറന്റ് സോഴ്സുകൾ നമ്മൾ മീറ്റ് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ ഇന്റർഫറൻസ് ഫിനോമിന അവിടെ ഉണ്ടാവുന്നു. ഓക്കെ, സോ ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ യങ്സിന്റെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്, നമ്മൾ പ്ലസ് ടു പഠിച്ചിട്ടുള്ള ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്, ഇനി പഠിക്കാനായിട്ട് പോകുന്ന ഫ്രെസ്നലിന്റെ ഡബിൾ മിറർ എക്സ്പെരിമെന്റ്, അല്ലെങ്കിൽ ഫ്രെസ്നലിന്റെ ബൈപ്രിസം, ലോയ്ഡ്സിന്റെ മിറർ, ഇതെല്ലാം തന്നെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. ഏത് കാറ്റഗറി? വേവ് ഫ്രണ്ടിനെ ഡിവിഷൻ ചെയ്യുന്നത് മൂലം കൊഹറന്റ് സോഴ്സുകളിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ്. ഇതേപോലെ ആംപ്ലിറ്റ്യൂഡിനെ ഡിവിഷൻ ചെയ്തിട്ടും നമുക്ക് എന്ത് ചെയ്യാം? കൊഹറന്റ് സോഴ്സുകളെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ആംപ്ലിറ്റ്യൂഡിനെ ഡിവിഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബൈ മീൻസ് ഓഫ് പാർഷ്യൽ റിഫ്ലക്ഷൻ ഓർ റിഫ്രാക്ഷൻ. പാർഷ്യൽ റിഫ്ലക്ഷനോ അല്ലെങ്കിൽ റിഫ്രാക്ഷനോ മൂലമാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്, ഡിവിഷൻ ചെയ്യുന്നത്. പിന്നെ ആ കിട്ടിയ 2 സോഴ്സുകൾ കൊഹറന്റ് സോഴ്സുകളായിരിക്കും. അവരെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യിപ്പിക്കുന്നു? ആ സോഴ്സുകളെ മീറ്റ് ചെയ്യിപ്പിച്ച് ചെയ്യുമ്പോൾ അവിടെ ഇന്റർഫറൻസ് ഫിനോമിന നടക്കും. സൂപ്പർ ഇമ്പോസിഷൻ നടക്കുമ്പോൾ ഇന്റർഫറൻസ് നമുക്ക് കിട്ടുന്നു. അപ്പൊ ഇതിനെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ന്യൂട്ടൺസ് റിങ്, എയർ വെഡ്ജ്, ഇവയെല്ലാം തന്നെ ഇങ്ങനെ ആംപ്ലിറ്റ്യൂഡിനെ ഡിവിഷൻ ചെയ്യുന്നത് മൂലം കൊഹറന്റ് സോഴ്സുകൾ പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെ ഇന്റർഫറൻസ് ഫിനോമിന നൽകുന്ന ഡിവൈസുകളാണ്. ഓക്കെ, അപ്പൊ ഇതെന്താ രണ്ടെന്നുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഫ്രെസ്നലിന്റെ ഡബിൾ മിറർ എക്സ്പെരിമെന്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഫ്രെസ്നലിന്റെ മിറർ എക്സ്പെരിമെന്റ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഫ്രെസ്നൽസ് 2 mirror experiment or double mirror experiment. അപ്പൊ ഇതിൽ കുറച്ചൊരു അത്യാവശ്യം ഡെറിവേഷൻ പോലുള്ള സംഭവമൊക്കെ തന്നെയാണ്. അപ്പൊ നമുക്ക് ആദ്യം ഒരു കാര്യം പറയാം. നമുക്ക് എന്തായാലും ഇന്റർഫറൻസ് നടന്നു കഴിഞ്ഞാൽ അവിടെ ഫ്രിഞ്ചസ് കിട്ടും അല്ലെ? ഇന്റർഫറൻസ് ഫ്രിഞ്ചസ് കാണാനായിട്ട് സാധിക്കും. അതില് ബ്രൈറ്റ് ആയിട്ടുള്ള പോർഷനും ഉണ്ടാവും, ഡാർക്ക് ആയിട്ടുള്ള ഫ്രിഞ്ചസും ഉണ്ടാവും ആണല്ലോ. അപ്പൊ ഈ ഫ്രിഞ്ച് വിഡ്ത്തിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? ഫ്രിഞ്ച് വിഡ്ത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പൽ ആണ് ബീറ്റ അല്ല? ഇതൊക്കെ പ്ലസ് 2 പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ് ബീറ്റ. സോ ബീറ്റ കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഇക്വേഷൻ എന്താണ്? ലാംഡ ക്യാപിറ്റൽ ലെറ്റർ ടി ഡിവൈഡഡ് ബൈ സ്മോൾ ലെറ്റർ ടി. ഇതാണ് നമുക്ക് ഫ്രിഞ്ച് വിഡ്ത്ത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ. സോ ബീറ്റ എന്ന് പറയുന്നത് ഫ്രിഞ്ച് വിഡ്ത്ത് ആണെങ്കിൽ ലാംഡ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിച്ച ആ ഒരു മോണോക്രോമാറ്റിക് ലൈറ്റിന്റെ വേവ് ലെങ്ത്. ക്യാപിറ്റൽ ലെറ്റർ ഡി എന്ന് പറയുന്നതാണെങ്കിലോ നമ്മുടെ സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സ്ലിറ്റ്, അതായത് സോഴ്സും ആ സോഴ്സും നമ്മുടെ സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ ലെറ്റർ ഡി. സ്മോൾ ലെറ്റർ ഡി ആണെങ്കിലോ 2 കൊഹറന്റ് സോഴ്സുകളാണെന്ന് പറഞ്ഞല്ലോ, ആ 2 സോഴ്സുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ ലെറ്റർ ഡി.
ഓക്കെ, അപ്പൊ ഓരോരുത്തരും എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ബീറ്റ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവർ വേണം, അല്ലെങ്കിൽ ബീറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഡിയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് നമുക്ക് ലാംഡ കണ്ടുപിടിക്കും. ആ ലൈറ്റിന്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ എന്താണ് ഈ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എന്ന് നമുക്കൊന്ന് നോക്കാം. സോ അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ 2 മിറർ വെച്ചു. നോക്കിക്കോളൂ, ഞാനൊരു റഫായിട്ട് വരയ്ക്കുകയാണ്. ഒരു മിററിന്റെ പേര് M1 M എന്ന് കൊടുത്തു. ഓക്കെ, അതിന്റെ കൂടെ മറ്റൊരു മിററും കൂടി വെച്ചു, അതിന്റെ പേര് MM2 എന്ന് പറഞ്ഞിട്ട് വേറൊരു മിററും കൂടി വെച്ചു. ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതൊരു സ്ക്രീനാണ്. ഓക്കെ, അപ്പൊ ഈ 2 മിററിന്റെ ഇടയിലുള്ള ആംഗിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ M1 M എന്നുള്ള മിററിനെ ഒന്ന് നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്കിടയിലുള്ള ഈ ഒരു ആംഗിൾ നമുക്ക് ഫോർ എക്സാമ്പിൾ തീറ്റ ആയിട്ട് കൺസിഡർ ചെയ്യാം. തീറ്റ എന്നുള്ള ആംഗിളാണ് അവർക്കിടയിലുള്ളത്. ശ്രദ്ധിക്കണം, ഈ 2 മിററിന് കോമൺ ആയിട്ടുള്ള പോയിന്റ് ആണ് M. അപ്പൊ M എന്ന് പറഞ്ഞ പോയിന്റിൽ 2 മിറർ നമ്മൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, ടച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു സോഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇതാണ് നമ്മുടെ സോഴ്സ്, എസ് എന്ന് പേര് കൊടുത്തു. ആ സോഴ്സ് എന്നാണ് എന്ത് വരുന്നത്, ലൈറ്റ് വരുന്നത്. ഓക്കെ, സോറി, ആ സോഴ്സ് എന്നാണ് നമുക്ക് ലൈറ്റ് വരുന്നത്. അപ്പൊ ലൈറ്റ് ഞാൻ വരച്ച് കാണിക്കാം, ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ബ്ലാക്ക് കളറിൽ തന്നെ വരയ്ക്കാം. ഓക്കെ, ബ്ലാക്കിൽ വരയ്ക്കാം. അപ്പൊ ഈ സോഴ്സ് എന്ന് വരുന്ന ലൈറ്റ് ഫസ്റ്റ് മിററിൽ തട്ടി, സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കണം, അത് കുറച്ച് വളഞ്ഞിട്ടുണ്ടോ അഡ്ജസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് മിറർ പറഞ്ഞാൽ M1 M ആണല്ലോ. അപ്പൊ M1 വന്ന് തട്ടുന്നു, M-ലും വന്ന് തട്ടുന്നു. ഇതിനിടയിലുള്ള എല്ലാ ഭാഗത്തും വന്ന് തട്ടുന്നുണ്ട് കേട്ടോ. ലൈറ്റ് എല്ലാ ഭാഗത്തും വന്ന് തട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ 2 എൻഡ് പൊസിഷൻ മാത്രം കാണിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് വരുന്ന ലൈറ്റ് നേരെ ഈ ഫസ്റ്റ് മിററിൽ തട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഓഫ്കോഴ്സ് റിഫ്ലക്ഷൻ സംഭവിക്കും ആണല്ലോ. അപ്പൊ റിഫ്ലക്ഷൻ സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇവൻ നേരെ പോയിട്ട് ഇവിടെ പതിച്ചു, അവിടെ പോയിട്ട് പതിച്ചു എന്ന് വിചാരിക്കുക. ഇവനും നേരെ വന്നിട്ട് ഇവിടെ പതിച്ചു എന്ന് വിചാരിക്കുക. ഞാൻ ചുമ്മാ ഇതില് വരയ്ക്കുകയാണ്. ഓക്കെ, അങ്ങനെ പതിച്ചു. അപ്പൊ ഇതിനിടയിലുള്ള പോർഷൻസിൽ മുഴുവൻ ലൈറ്റ് വന്ന് തട്ടുന്നുണ്ട്. കാരണം ഈ M1 M-ന്റെ ഇടയിലൊക്കെ ഐസിൽ നിന്ന് പിന്നെ ലൈറ്റുകൾ വന്ന് തട്ടുന്നുണ്ട്. അതൊക്കെ ചേർന്നിട്ട് ഇവിടെ മുഴുവൻ കയറുന്നുണ്ട്. ഞാൻ 2 എൻഡ് പൊസിഷൻ മാത്രം കാണിച്ചത് മാത്രം. ഇതേപോലെ ഈ സോഴ്സിൽ നിന്ന് പിന്നെ ലൈറ്റ് എവിടെയും കൂടി തട്ടും, ഈ രണ്ടാമത്തെ നമ്മുടെ മിററിലും കൂടി തട്ടാറുണ്ട് ആണല്ലോ. അപ്പൊ M2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മിററിലും തട്ടാറുണ്ട്. അപ്പൊ അതൊന്ന് വരച്ച് കാണിക്കാം. അത് ഫോർ എക്സാമ്പിൾ ഞാൻ റെഡ് കളറിൽ വരച്ച് കാണിക്കാം. ഓക്കെ, അപ്പൊ കളേഴ്സ് ഒക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് വെച്ചോളൂ. അപ്പൊ ഇത് നേരെ വന്ന് ഇവിടെ തട്ടി. ഈ ബ്ലാക്കിന്റെ മുകളിൽ കൂടി തന്നെയാണ് വരയ്ക്കാൻ. പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ചാല് ആദ്യം വരച്ച ബ്ലാക്ക് ഈ ഫസ്റ്റ് മിററിന്റെ എൻഡിലാണ് തട്ടിയത്. രണ്ടാമത് വരച്ച ബ്ലാക്ക് വന്നിട്ട് വരയ്ക്കാൻ പോകുന്ന റെഡ് വന്നിട്ട് നേരെ വന്നിട്ട് ഈ ബ്ലൂവിന്റെ ഈ ഒരു എൻഡിലാണ് തട്ടിയത്. ഓക്കെ, അപ്പൊ ഇവന് തട്ടി കഴിയുമ്പോൾ ഇവൻ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ റിഫ്ലക്ട് ആയിട്ട് ഇവിടെ പോകും. അപ്പൊ ഇവിടുന്ന് വേറെ ലൈറ്റും കൂടി വന്നിട്ടുണ്ട്. അത് വന്ന് ഇവിടെ തട്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് റിഫ്ലക്ട് ആയിട്ടുള്ളത്. അത് ഈ ബ്ലാക്കിന്റെ അതേ പൊസിഷനിൽ കൂടി തന്നെയാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ വരച്ച് കാണിക്കാത്തത്. കടലാ നിങ്ങളൊന്നും അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ഇതേ ലൈനിൽ കൂടി ഇങ്ങനെ വന്നാണ്, പക്ഷെ ചെറിയൊരു സ്ഥലത്ത് മാറി തട്ടുന്നുണ്ട്, അത് അങ്ങോട്ടേക്ക് റിഫ്ലക്ട് ചെയ്ത് പോകുന്നു. ഓക്കെ, അതേപോലെ ഇവിടുന്ന് വരുന്ന അടുത്ത ലൈറ്റ് നേരെ വന്നിട്ട് ഈ എൻഡിൽ വന്ന് തട്ടി അല്ലെ. അപ്പൊ ആ എൻഡിൽ വന്ന് തട്ടിയപ്പോ അവൻ എന്ത് ചെയ്തു, റിഫ്ലക്ട് ചെയ്ത് നേരെ ഇവിടെ പോയി ടച്ച് ചെയ്തു, അവിടെ വന്ന് ചേർന്നു വിചാരിക്കാം. ഓക്കെ, ഇങ്ങനെ ഇടയിൽ ബാക്കിയുള്ള ലൈറ്റ് ഒന്നും ഞാൻ വരച്ചിട്ടില്ല. ആ 2 എൻഡിലുള്ളത് മാത്രമേ വരച്ചിട്ടുള്ളൂ. അപ്പോ ഇവിടെ പേരുകൾ കൊടുക്കാം. ആദ്യം വന്നതിന് AD എന്ന് കൊടുക്കാം, AD എന്ന് കൊടുക്കാം, ബുക്കിലുള്ള പോലത്തെ പേരുകൾ കൊടുക്കാം. രണ്ടാമത് വന്നതിന് BC എന്നും കൊടുക്കാം, BC എന്നും കൊടുക്കാം. അപ്പൊ ഇതിൽ എവിടെയാണ് ഇന്റർഫറൻസ് ഉണ്ടാകുന്നത് ചോദിച്ചാൽ 2 കൂടി സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന പൊസിഷൻ. അപ്പൊ 2 കൂടി സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന പൊസിഷൻ ഏതാണ്, BC എന്ന് പറഞ്ഞ പൊസിഷൻ ആണല്ലോ. അപ്പൊ ഈ ഒരു പൊസിഷനിലായിരിക്കും നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കുക, ഈ ഒരു പോർഷൻസിലായിരിക്കും നമുക്ക് ഇന്റർഫറൻസ് ഫിനോമിന കാണാനായിട്ട് സാധിക്കുക. ഞാനിവിടെ വരയ്ക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിക്കണം, കാരണം വരച്ച മൊത്തം കോലം കിട്ടുപോകും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ ഒരു പോർഷനിലാണ് നമുക്ക് എന്ത് കാണാൻ, നമ്മുടെ ഇന്റർഫറൻസ് ഫിനോമിന കാണാനായിട്ട് സാധിക്കുക. ഇനി ഇവന് നേരെ നമ്മൾ ബാക്കിലോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, ഇവന് എക്സ്റ്റെൻഡ് ചെയ്താൽ ഞാനിപ്പോ സ്കെയിലൊന്നും ഉപയോഗിക്കാണ്ട് വരച്ചതാണ്, അതുകൊണ്ട് കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ടൊന്നും വരില്ല, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, നേരെ ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാല് ഈ ഒരു പോയിന്റിന് ഞാൻ S1 എന്നൊരു പേര് കൊടുത്താൽ ഈ S1-ൽ നിന്ന് ലൈറ്റ് വന്നതുപോലെ നമുക്ക് ഇമാജിൻ ചെയ്യാം അല്ലെ. ഈ S1-ൽ നിന്നും ലൈറ്റ് വന്നിട്ട് നേരെ എയിലും പോയി, S1-ൽ നിന്നും വരുന്ന ലൈറ്റ് നേരെ ഡിയിലോട്ടും വന്നു എന്ന് ഇമാജിൻ ചെയ്യാം. നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ റിഫ്ലക്ഷൻ പഠിക്കുമ്പോൾ, കോൺകേവ് മിററൊക്കെ വെച്ച് പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വിർച്വൽ ഇമേജ് കിട്ടാനായിട്ട് ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യില്ലേ, ആ ഫോക്കസ് കിട്ടാനായിട്ട്
സോ അതേപോലെ തന്നെയാണ് ഇവിടെയും. ഓക്കെ, അപ്പൊ ഇത് നേരെ ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു S1-ൽ നിന്നും ലൈറ്റ് വന്നതാണെന്ന് നമുക്കൊന്ന് അസ്യൂം ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അങ്ങനെ S1-ൽ നിന്നും വരുന്ന ലൈറ്റ് ആണ് എവിടെ എത്തിയത്, എയിലും ഡിയിലും എത്തിയത് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പൊ S1 ജസ്റ്റ് ഒരു വെർച്വൽ ആയിട്ടുള്ള സോഴ്സ് ആണ്, വെർച്വൽ ആണ്. കാരണം നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അങ്ങനെ ഒരാൾ ഉണ്ടെന്ന് പറയുന്നുള്ളൂ, അതുകൊണ്ട് വെർച്വൽ ആണ്. അതേപോലെ ഇവര് രണ്ടുപേരെയും എക്സ്റ്റെൻഡ് ചെയ്താൽ S2 എന്ന് പേര് കൊടുക്കാം. അപ്പൊ S2-ൽ നിന്നും ലൈറ്റ് വന്നിട്ട് എവിടെയൊക്കെ എത്തി, ബിയിലും എത്തി സിയിലും എത്തി എന്നാണ് അർത്ഥം. S2-ൽ നിന്നും വന്നിട്ട് ബിയിലും സിയിലും എത്തി എന്നാണ് അർത്ഥം. അപ്പൊ ഇതും ഒരു വെർച്വൽ സോഴ്സ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഒരു കോൺസെപ്റ്റ് കിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയാം. അതിന്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാൻ വേണ്ടി പറയാം. ഈ S എന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വൽ സോഴ്സ്. S1-ഉം S2-ഉം വെർച്വൽ ആയിട്ട് കിട്ടുന്ന രണ്ട് കൊഹറന്റ് സോഴ്സുകളാണ്. S1-ഉം S2-ഉം ആണ് നമ്മുടെ കൊഹറന്റ് സോഴ്സുകൾ. ഓക്കെ, അപ്പൊ അവിടെ നിന്നും ലൈറ്റ് വന്നിട്ട് ഇങ്ങനെ ഇന്റർഫറൻസ് കിട്ടിയത് പോലെയാണ് ഇപ്പൊ നമുക്ക് കോൺസെപ്റ്റ് വന്നിട്ടുള്ളത്. S-ൽ നിന്നാണ് ലൈറ്റ് വന്നതെങ്കിലും ഇപ്പൊ നമ്മുടെ സോഴ്സുകൾ ഇതിലായിട്ട് മാറി എന്നർത്ഥം. ഇതില് S1, S2 ഒക്കെ ഞാൻ വരച്ചപ്പോ ഇങ്ങനെ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ആ ഒരു സർക്കിളിൽ വരുന്ന 3 പോയിന്റ്സ് ആണ്. ആക്ച്വൽ എക്സ്പെരിമെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ശരിക്കും നോക്കുകയാണെങ്കിൽ ഈ 3 പേരും ഒരു സർക്കിളിൽ വരുന്ന പോയിന്റ്സുകളായിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുണ്ടാകുക. ഓക്കെ, ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക് നോക്കി നിങ്ങൾക്ക് ഫിഗർ കുറച്ചുകൂടി ചന്തത്തിൽ കാണാനായിട്ട് സാധിക്കും. സോ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഇങ്ങനെ വരച്ചു കാണിക്കാം. ഇവിടെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു സർക്കിൾ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, ഓക്കെ, അതും സർക്കിൾ ആയാന്നൊന്നും അറിയില്ല, ഒരു ഓവർ ഷേപ്പ് പോലെ ഉണ്ട്. ഇവിടെയാണ് S, ഇവിടെ S1, ഇവിടെ S2 എന്ന് ഫോർ എക്സാമ്പിൾ വിചാരിക്കുക. ഇങ്ങനെ ഓപ്പോസിറ്റ് ആയി വന്നൊന്നും നിർബന്ധമില്ല കേട്ടോ, ഞാൻ ചുമ്മാ വരച്ചപ്പോൾ പോയിന്റുകൾ എത്തിയതാണ്. അപ്പൊ ഒരു സർക്കിളിൽ വരുന്ന 3 പോയിന്റ്സ് ആണ് ആരൊക്കെ, S-ഉം S1-ഉം S2-ഉം എന്ന് നമുക്ക് കിട്ടും. അപ്പൊ സർക്കിൾ എന്ന് വെച്ചാൽ അവിടെ എന്തുണ്ടാവും, റേഡിയസ് ഉണ്ടാവും അല്ലെ. അപ്പൊ ഒരു സെന്റർ ഉണ്ടാവും. ആ സെന്ററിന് ഓരോ പേര് കൊടുക്കുകയാണെങ്കിൽ ആ സെന്റർ ആണ് ഇവിടെ നമ്മുടെ M എന്ന് പറഞ്ഞ പൊസിഷൻ. ഈ M എന്ന് പറഞ്ഞ പൊസിഷൻ, ഇവര് 3 പേരും ഒരു സർക്കിളിലെ പോയിന്റ്സ് ആണ് ഞാൻ പറഞ്ഞല്ലോ. ആ സർക്കിളിന്റെ സെന്റർ ആണ് M. അപ്പൊ M തൊട്ട് S1 വരെയുള്ള ഡിസ്റ്റൻസിന് നമുക്ക് റേഡിയസ് R എന്ന് കൊടുക്കാലോ. ആ M തൊട്ട് S2 വരെയുള്ള ഡിസ്റ്റൻസിനും റേഡിയസ് R എന്ന് കൊടുക്കാലോ. M തൊട്ട് S വരെയുള്ള ഡിസ്റ്റൻസിനും റേഡിയസ് R എന്ന് കൊടുക്കാലോ. അപ്പോൾ S1 M എന്ന് പറയുന്ന ഡിസ്റ്റൻസ് റേഡിയസ് ആണ്, അതിന് R എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോ സർക്കിളിന്റെ സെന്റർ ആണ് M, അതായത് രണ്ട് മിററും ജോയിൻ ചെയ്യുന്ന കോണ്ടാക്ട് വരുന്ന ആ ഒരു പൊസിഷൻ, ആ സർക്കിളിന്റെ പോയിന്റ്സ് ആണ് നമ്മുടെ സോഴ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു കാര്യം അർത്ഥം വെച്ചോളൂ. നമ്മൾ പറഞ്ഞ രണ്ട് മിററിന്റെ ഇടയിലുള്ള ആംഗിൾ തീറ്റയാണെന്ന് അല്ലെ. അതിന്റെ ഡബിൾ ആയിരിക്കും ഈ S1-ഉം M-ഉം S2-ഉം ഇവർക്ക് ഇടയിലുള്ള ആംഗിൾ. സോ ആംഗിൾ S1 M S2, അതായത് ഈ ഒരു ആംഗിൾ ആ രണ്ട് മിററിന്റെ ഇടയിലുള്ള ആംഗിൾ എത്രയാണോ അതിന്റെ ഡബിൾ ആയിരിക്കും. ഞാൻ അത് എങ്ങനെയാണെന്നൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട, അത് എങ്ങനെയാണെന്നൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പൊ ജസ്റ്റ് അത് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ അതും കിട്ടിയല്ലോ. അപ്പൊ ആ ഒരു കാര്യം നമുക്ക് കിട്ടി. ഇനി S1-ഉം S2 എന്ന് പറയുന്നത് നോക്കിയോളൂ. ഇവിടെ നോക്കി നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. അതൊരു ആർക്കാണ് അല്ലെ. S1 S2 എന്ന് പറഞ്ഞത് എന്താണ്, അതൊരു ആർക്കാണ്. അപ്പൊ ആർക്ക് നമ്മൾ ഓൾറെഡി +1 പഠിച്ചിട്ടുണ്ട്. +1 നമ്മൾ സിസ്റ്റം ഓഫ് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഒക്കെ പഠിച്ച സ്ഥലത്ത് നമ്മള് റേഡിയൻസും സ്റ്റെറേഡിയനും ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അവിടെ നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ്, ഈ ആർക്കും റേഡിയസും അവർക്കിടയിലുള്ള ആംഗിളും ഇവര് 3-ന്റെ ഇടയിലുള്ള റിലേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതൊന്ന് റീവൈൻഡ് ചെയ്ത് നോക്കി നമുക്ക് പറയാനായിട്ട് സാധിക്കും, എന്താണ്, ആർക്ക് ഈസ് ഈക്വൽ ടു റേഡിയസ് ഇൻറ്റു ആംഗിൾ. ആർക്ക് ഈസ് ഈക്വൽ ടു റേഡിയസ് ഇൻറ്റു ആംഗിൾ. ഇവിടെ ആർക്ക് S1 S2 ആണ്. അപ്പൊ S1 S2 എന്നുള്ള ഡിസ്റ്റൻസ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി, R ഇൻറ്റു തീറ്റ ചെയ്താൽ മതി. സോറി, തീറ്റ അല്ല, 2 തീറ്റ. ഇവിടുത്തെ ആംഗിൾ 2 തീറ്റ ആണല്ലോ. അപ്പൊ റേഡിയസ് R ആണ്, ആംഗിൾ 2 തീറ്റ ആണ്. അപ്പൊ R ഇൻറ്റു 2 തീറ്റ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആ ആർക്ക് കിട്ടും. ഇവിടെ ആർക്ക് എന്ന് പറഞ്ഞാൽ ആർക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ്. S1-നും S2-നും ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ്. S1 ഒരു സോഴ്സ്, S2 മറ്റൊരു സോഴ്സ്. അപ്പൊ ഞാൻ പറഞ്ഞു S1 S2 എന്ന് പറഞ്ഞ സോഴ്സിന് ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ ലെറ്റർ D അല്ലെ. അപ്പൊ സ്മോൾ ലെറ്റർ D എന്ന് പറയുന്നത് സോഴ്സുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ്. സോ D ഈസ് ഈക്വൽ ടു 2R തീറ്റ എന്ന് നമുക്കൊരു ഇക്വേഷൻ കിട്ടും. അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പൊ D കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ D ഈസ് ഈക്വൽ ടു 2R തീറ്റ എന്നുള്ളൊരു സംഭവം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി സോഴ്സും ആ സ്ക്രീനും നമ്മളുടെ ഡിസ്റ്റൻസ് ആണ് എന്ത്, ക്യാപിറ്റൽ D എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫ്രിഞ്ച് വിട്ടാണ് ബീറ്റ പിന്നെ ലാംഡ. അപ്പൊ D എന്താണെന്ന് പറഞ്ഞു, ക്യാപിറ്റൽ D എന്താണെന്ന് പറഞ്ഞു, ബീറ്റയും ലാംഡയും പറഞ്ഞു. ഇതാണ് നമ്മുടെ ഫ്രസ്നലിലെ 2 മിറർ എക്സ്പെരിമെന്റ്, ഡബിൾ മിറർ എക്സ്പെരിമെന്റ് വരുന്നത്. സോ ഇങ്ങനെയാണ് ഇന്റർഫറൻസിന്റെ നമുക്ക് ഫിനോമിന കിട്ടുന്നത്. ഓക്കെ, ഇനി 4 പേരിൽ ഏതെങ്കിലും 3 പേര് തന്നിട്ടുണ്ടാവും, അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, 4ാമത്തെ ആളെ കണ്ടുപിടിക്കാം. ഓക്കെ, അല്ലെങ്കിൽ D കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു ഇക്വേഷൻ കൂടി പഠിച്ചു വയ്ക്കുക. അപ്പൊ ചിലപ്പോൾ R-ഉം തീറ്റയും തന്നിട്ടുണ്ടാവും, അപ്പൊ അത് ഉപയോഗിച്ച് D കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ബീറ്റ ലാംഡ
ക്യാപിറ്റൽ ലെറ്റർ ഡി എഴുതി തരും. അതുപയോഗിച്ച് നമ്മളോട് റേഡിയസോ അല്ലെങ്കിൽ ആംഗിളോ കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പൊ എന്ത് ചെയ്യും? ആദ്യം തന്ന 3 ഉപയോഗിച്ചിട്ട് സ്മോൾ ലെറ്റർ ഡി ഉപയോഗിക്കും. ആ സ്മോൾ ലെറ്റർ ഡി ഉപയോഗിച്ചിട്ട് വേറെ ആരെയാണ് ചോദിച്ചത് അവനെ കണ്ടുപിടിക്കും. സോ ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഫ്രസ്നലിന്റെ ഡബിൾ മിറർ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഇനി ബൈപ്രിസത്തിന്റെ എക്സ്പെരിമെന്റ് കൂടി നമുക്കൊന്ന് നോക്കാം. സോ നെക്സ്റ്റ് നമ്മൾ ഫ്രസ്നലിന്റെ ബൈപ്രിസം എക്സ്പെരിമെന്റ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെയും 2 പ്രിസം ഉപയോഗിച്ചിട്ടുണ്ടാവും. അവരുടെ റിഫ്രാക്ടിംഗ് ആംഗിൾസ് വളരെ സ്മോൾ ആണ്. എത്രത്തോളം വെച്ചാൽ 30 മിനിറ്റ് ആണ്. എന്ന് വെച്ചാൽ ഹാഫ് ഡിഗ്രിയാണ്. ഓക്കെ, സോ ഹാഫ് ഡിഗ്രി റിഫ്രാക്ടിംഗ് ആംഗിൾസ് ഉള്ള 2 പ്രിസത്തിന് ബേസും ജോയിൻ ചെയ്യുന്ന പോലെ വെച്ച് കഴിയുമ്പോൾ അവരുടെ ഒബ്റ്റ്യൂസ് ആംഗിൾ വന്നിട്ട് ബാക്കി 179 ഡിഗ്രി വരും. കാരണം ഒരു എൻഡ് 30 മിനിറ്റ്, മറ്റൊരു എൻഡ് 30 മിനിറ്റ്. അപ്പൊ ആ രണ്ടും കൂടി ചെയ്യുമ്പോൾ 1 ഡിഗ്രി വരും. സോ റിമൈനിങ് തേർഡ് ആംഗിൾ എത്രയായിരിക്കും? 179 ഡിഗ്രി വരും. അങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് വരുന്നത്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്, സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മളുടെ ആ ബൈപ്രിസം എന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ ബൈപ്രിസം എന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ സ്ക്രീൻ വെച്ചിട്ടുണ്ടാവും. ഇതൊരു സ്ക്രീനാണ്. ഈ ആംഗിൾ 30 മിനിറ്റ് ആണ്, ഈ ആംഗിളും 30 മിനിറ്റ് ആണ്. അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മൾ സോഴ്സ് വെച്ചിട്ടുണ്ട്. സോഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മുടെ സോഴ്സ് എന്ന് വിചാരിക്കാം. എസ് എന്നാണ് സോഴ്സ് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഈ സോഴ്സിൽ നിന്നും ലൈറ്റ് ഇങ്ങോട്ടേക്ക് വരികയാണ്. ലൈറ്റ് വന്നിട്ട് ഇതിൽ തട്ടുകയാണ്. അപ്പൊ ആ റിഫ്രാക്റ്റീവ് സർഫസിലും തട്ടും, ഈ റിഫ്രാക്റ്റീവ് സർഫസിലും തട്ടും. ഈ 2 സ്ഥലത്തും തട്ടും. തട്ടുമ്പോൾ നമുക്ക് അതെന്താവും? റിഫ്രാക്ഷൻ സംഭവിച്ചിട്ട് ആ സ്ക്രീനിൽ പോയിട്ട് ഇവർ പതിക്കുകയാണ് ചെയ്യാം. അപ്പൊ അത് നമ്മൾ വരയ്ക്കുമ്പോൾ എല്ലാം വരയ്ക്കുന്നില്ല, ഒരു 4 ലൈൻസ് മാത്രം വരയ്ക്കണം. ആദ്യം അങ്ങോട്ടേക്ക് പോകുന്നത് വരയ്ക്കാം. ഇങ്ങനെ വരും. ഇങ്ങനെ പോയ ലൈൻ അവിടെ തെറ്റിട്ട് അവിടെ പോയി ടച്ച് ചെയ്യുന്നു. അതേപോലെ ഇവിടെ വന്ന് ടച്ച് ചെയ്ത് താഴെ വന്ന് ടച്ച് ചെയ്തു എന്ന് വിചാരിക്കാം. ഒന്നായി. ഇതേപോലെ ഇവിടെ നിന്ന് വേറെ എവിടേക്കും കൂടി വരാറുണ്ട്. ഈ താഴത്തെ റിഫ്രാക്റ്റീവ് സർഫസിലോട്ട് കൂടി വരും. അപ്പൊ അതെങ്ങനെ വരും നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെ വരും. അത് നേരെ പോയിട്ട് ഇവിടെ പോയിട്ട് ടച്ച് ആവും. അതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കാം. ഇങ്ങനെയും വരും. ഇങ്ങനെയാണ് 4 റീജൻസ് വരിക. ഓക്കെ, ഇത് നമുക്ക് പേരുകൾ എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പൊ 7 ഓർഡറിൽ ABCD തന്നെ പേരുകൾ കൊടുക്കാം. ABCD. അപ്പൊ ഓഫ് കോഴ്സ് എവിടെയൊക്കെ നമുക്ക് ഇന്റർഫറൻസ് വരിക? BCയിലാണ് വരിക ആണല്ലോ. സോ BCയിലാണ് നമുക്ക് നമ്മുടെ ഇന്റർഫറൻസ് ഫിനോമിന കാണാനായിട്ട് സാധിക്കുക. ഇനി ഇവനെ നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നോക്കിക്കോളൂ, ഈ 2 ലൈൻ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കിക്കോളൂ. ഇതാണ് നമ്മുടെ സോഴ്സ് S1 ആയിട്ട് വരിക അല്ലെ. നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ സോഴ്സ് S1 ആയിട്ട് വരിക. അതേപോലെ ഇവർ രണ്ടുപേരും ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താലോ. ഇതാണ് നമ്മുടെ S2 ആയിട്ട് വരിക. അപ്പൊ 2 കൊഹറന്റ് സോഴ്സ് നമുക്ക് കിട്ടിയല്ലോ, S1ഉം S2. തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ ഇത് തന്നെയാണ്, വെർച്വൽ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്, വെർച്വൽ ആയിട്ടുള്ള സോഴ്സുകൾ തന്നെയാണ്. അപ്പൊ S1ൽ നിന്നും വന്നിട്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒന്നും, S2ൽ നിന്നും വന്നിട്ടാണ് ഇങ്ങനത്തെ റിഫ്രാക്ഷൻസ് കിട്ടുക. ആ 2 റിഫ്രാക്ഷൻ കൂടി സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന ഈ ഒരു സ്ഥലത്താണ് നമുക്ക് എന്ത് വരുന്നത്? നമ്മുടെ ആ ഒരു ഇന്റർഫറൻസ് ഫിനോമിന ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. പിന്നെ ബാക്കി ഇക്വേഷൻ ഒക്കെ തൊട്ട് മുമ്പ് പറഞ്ഞ അതേപോലെ തന്നെയാണ്. ബീറ്റ ഇസ് ഈക്വൽ ടു ലാംഡ ഡി ബൈ ഡി. ബീറ്റ ഇസ് ഈക്വൽ ടു ലാംഡ ഡി ബൈ ഡി. ഫ്രിഞ്ച് വിട്ട് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇക്വേഷൻ ഇത് തന്നെയാണ്. ഓക്കെ, അപ്പൊ വേറെ ഒന്നുമില്ല, ജസ്റ്റ് അവിടെ പറഞ്ഞതുപോലെ അവിടെ മിറർ വെച്ചു, 2 മിറർ വെച്ചു, ഇവിടെ 2 പ്രിസം വെക്കുന്നു. അത്ര വ്യത്യാസം. സോ ബൈപ്രിസമായിട്ട് മാറുന്നു. ഇതാണ് നമ്മളൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കാൻ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാല് ഈ ഓരോന്നും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത്, ബീറ്റ ലാംഡ ഡി ഡി ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളതാണ്. സോ ഫിഗർ ഞാൻ വരയ്ക്കുന്നില്ല. നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 15 എടുത്ത് നോക്കിയാൽ ഇങ്ങനത്തെ ഒരു സംഭവം തന്നിട്ടുണ്ടോ, ഇതുപോലത്തെ ഒരു സംഭവം തന്നിട്ടുണ്ടാവും. പേജ് നമ്പർ 15 ഇതുപോലത്തെ ഒരു സംഭവം തന്നിട്ടുണ്ടാവും. ഓക്കെ, ഈ ഒരു ഒപ്റ്റിക് ബെഞ്ച് എന്നാണ് അറിയപ്പെടുക. ഈ ഒരു ഹൊറിസോണ്ടൽ ആയിട്ട് തന്നിട്ടുള്ള ഒപ്റ്റിക് ബെഞ്ച് എന്നാണ് അറിയപ്പെടുക. ആ ഒപ്റ്റിക് ബെഞ്ചിലാണ് നമ്മൾ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് സെറ്റപ്പ് നമ്മൾ നോക്കാം. ഇപ്പൊ നമ്മളിവിടെ ഒരു സ്ക്രീൻ വെച്ചു എന്ന് പറഞ്ഞല്ലോ. ഓക്കെ, ആ സ്ക്രീനിൽ വരെ നമ്മൾ സാധാരണ ഒരു ഐപീസ് ആണ് വിളിക്കുക. ഓക്കെ, IPC വെച്ചിട്ടാണ് നമ്മൾ നോക്കുക. അപ്പൊ IPC കൂടെയാണ് നമ്മൾ നോക്കുക. ആ ഫ്രിഞ്ചസ് ഒക്കെ നമ്മൾ നോക്കുന്നത് IPC കൂടിയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഒപ്റ്റിക് ബെഞ്ചിൽ എന്തൊക്കെ ഉണ്ട് നമുക്കൊന്ന് നോക്കാം. നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ. അതിൽ സ്ക്രൂ ഉണ്ട് കേട്ടോ, തിരിക്കാനായിട്ട് സ്ക്രൂവും നീക്കാനായിട്ട് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ അവരവിടെ വരച്ചിട്ടുണ്ട്. നമ്മൾ അതൊന്നും നോക്കണം. ആദ്യം ഒരു സ്ലിറ്റ് തന്നിട്ടുണ്ടാവും. മൊത്തം 4 പോർഷൻസ് ആണ് നമുക്കുള്ളത്. അതിൽ ഫസ്റ്റ് പോർഷനിൽ അവരൊരു സ്ലിറ്റ് തന്നിട്ടുണ്ടാവും. അപ്പൊ എന്തിനാണ്? നമ്മുടെ മോണോക്രോമാറ്റിക് ലൈറ്റ് വരാനായിട്ട്. ഓക്കെ, അപ്പൊ സ്ലിറ്റ് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു ബൈപ്രിസം തന്നിട്ടുണ്ടാവും. ബൈപ്രിസം
ഇതിൽ സ്ലിറ്റിനും ബൈപ്രിസത്തിനും എന്താ സ്വഭാവം എന്ന് വെച്ചാൽ നമുക്ക് അതിനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആ നിൽക്കുന്ന പൊസിഷനിലുള്ള ബൈപ്രിസത്തെ നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ, പിന്നെ അതേപോലെ ലെൻസ് വന്നിട്ടുണ്ട്. മൂന്നാമത്തെ പൊസിഷനിൽ ലെൻസ് വന്നിട്ടുണ്ട്. അവിടെ L1 L2 എന്ന് തന്നിട്ടുണ്ടോ, അതെന്തെന്നുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ തൽക്കാലം മൂന്നാമത്തെ പൊസിഷൻ മാത്രം നോക്കാം. അവിടെയാണ് ലെൻസ് വെക്കാനായിട്ട് പറ്റുക. ആ നാലാമത്തെ പൊസിഷൻ നമുക്ക് ആര് തന്നിട്ടുണ്ട്, നമ്മുടെ ഐപീസും കൂടി തന്നിട്ടുണ്ട്. അപ്പൊ അതിലൂടെ നമ്മൾ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കും. പിന്നെ ഈ ഒരു ഒപ്റ്റിക് ബെഞ്ച് ഉണ്ടല്ലോ, അതിൽ വാല്യൂസ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഡിസ്റ്റൻസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നും ഓരോരുത്തർക്കിടയിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ D നമ്മൾ എന്താ പറഞ്ഞത്, നമ്മുടെ സോഴ്സും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ആണല്ലോ. അപ്പൊ ഇവിടെയുള്ള ഈ സ്ലിറ്റും ഇവിടെയുള്ള നമ്മുടെ ഐപീസും ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ ലെറ്റർ D. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള വാല്യൂസ് നോക്കിയാൽ മതി. ഇപ്പൊ ഇവിടെ 2 എന്നുള്ള സെന്റിമീറ്റർ തന്നിട്ടുണ്ട്, ഇവിടെ ഒരു 10 എന്നുള്ള സെന്റിമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ 10 - 2 8 സെന്റിമീറ്റർ ആയിട്ട് അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് അല്ലേ. അപ്പൊ അങ്ങനെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ആൻഡ് ഈ സ്ലിറ്റും ഈ ബൈപ്രിസവും ഈ മിററും ഒക്കെ നമുക്ക് ചെറുതായിട്ട് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഒന്ന് നീക്കാനായിട്ട് സാധിക്കും. ഇവനും ആര് ഐപീസും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കാം, ഹൊറിസോണ്ടലായിട്ട് നമുക്ക് നീക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആൾക്കാർ എന്ന് പറയുന്നത്. ഇനി എക്സ്പെരിമെന്റ് തുടങ്ങുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ വെച്ചിട്ടുള്ള ആൾക്കാരിനൊക്കെ ഒരേ ഹൈറ്റിലാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഒരേ ഹൈറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യും. എങ്ങനെയാന്ന് വെച്ചാൽ അവന്റെ സെന്റേഴ്സ് ഒക്കെ സ്ട്രെയിറ്റ് ലൈനിൽ വരുന്നത് പോലെ, ഒരു സിംഗിൾ ലൈനിൽ കൊളീനിയർ ആയിട്ട് വരുന്നത് പോലെ, അവന്റെ സെന്റേഴ്സ് മുഴുവൻ കൊളീനിയർ ആയിട്ട് വരുന്നത് പോലെ നമ്മൾ ഇതിന്റെ ഹൈറ്റ് ആണ് കറക്റ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും. പിന്നെ ഈ ബൈപ്രിസം ഉണ്ടല്ലോ, ഈ ബൈപ്രിസത്തിന്റെ റിഫ്രാക്റ്റിംഗ് സൈഡ്, ആ ബൈപ്രിസത്തിന്റെ റിഫ്രാക്റ്റിംഗ് സൈഡ് ഉണ്ടല്ലോ, ആ റിഫ്രാക്റ്റീവ് സൈഡ് വന്നിട്ട് നമ്മുടെ സ്ലിറ്റിന് പാരലായിട്ട് വരുന്നത് പോലെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോ നമ്മുടെ ബൈപ്രിസത്തിന്റെ റിഫ്രാക്റ്റീവ് സൈഡ് സ്ലിറ്റിന് പാരലായിട്ട് വരണം. എന്നാൽ മാത്രമേ നമുക്ക് ഫ്രിഞ്ചസ് കാണാൻ സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ IPC കൂടെ നോക്കുന്നു, ഫ്രിഞ്ചസ് കാണണ്ടോ നോക്കുന്നു, ഇല്ല. അപ്പോൾ ഈ ബൈപ്രിസം നമ്മൾ ചെറുതായിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് വരും. അപ്പൊ എപ്പോഴാണ് നമുക്ക് ഫ്രിഞ്ചസ് കാണാൻ തുടങ്ങുക, അപ്പൊ നിർത്തും. ആ നിർത്തിയ പൊസിഷൻ എന്ത് തന്നെയാണ്, ഇതിന്റെ ആ റിഫ്രാക്റ്റീവ് സർഫസ് ഈ സ്ലിറ്റിന് പാരലായിട്ട് വന്നു എന്നാണ് അർത്ഥം. അപ്പൊ ഇതാണ് നമ്മുടെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് മുഴുവനും ചെയ്യുന്നത്. ഓക്കെ, ഇനി ഓരോരുത്തരെ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അപ്പൊ D, ക്യാപിറ്റൽ ലെറ്റർ D, അത് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെയാണ്. എന്താണ്, നമുക്ക് ഇത് നോക്കിയാൽ മതി. ഇവിടെയുള്ള ഐപീസ് എവിടെയാണുള്ളത്, നമ്മുടെ സോഴ്സ് എവിടെയാണുള്ളത് എന്നുള്ളത് നോക്കിയിട്ട് ആ ഡിസ്റ്റൻസ് വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ക്യാപിറ്റൽ ലെറ്റർ D കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി ബീറ്റ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ബീറ്റ ഫ്രിഞ്ച് വിടുത്ത് നമ്മൾ ഇക്വേഷൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിലും ഈ ഇക്വേഷൻ എന്തിനാ ഉപയോഗിക്കാന്ന് ചോദിച്ചാൽ ലാംഡ കണ്ടുപിടിക്കാനായിട്ടാണ്. ലാംഡ ഈക്വൽ ടു ബീറ്റ D/D. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ലാംഡ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. ആ മോണോക്രോമാറ്റിക് ലൈറ്റിന്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പൊ ഇതിൽ ക്യാപിറ്റൽ ലെറ്റർ D നമുക്ക് ആ ഒരു മാർക്കിംഗ് തന്നെ കിട്ടും. ഇതിലുള്ള മാർക്കിംഗ് തന്നെ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ D കിട്ടും. ഇനി ബീറ്റയും സ്മോൾ ലെറ്റർ D നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ബീറ്റ ഫ്രിഞ്ച് വിടുത്ത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാല് നമുക്ക് ഫ്രിഞ്ചസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞു. നമ്മൾ IPC കൂടെ നോക്കുമ്പോൾ ഫ്രിഞ്ചസ് ഒക്കെ കിട്ടി. അപ്പോ നമ്മൾ IPC കൂടെ നോക്കുമ്പോൾ ആ ഐപീസില് ഒരു ക്രോസ് മാർക്കിംഗ് ഉണ്ടാവും. നമ്മൾ അതിൽ കൂടെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ക്രോസ് മാർക്കിംഗ് ഇങ്ങനെ കാണും. ഈ മറ്റേ വെടിവെക്കാനായിട്ട് അവർ തോക്കൊക്കെ ഉപയോഗിച്ച് കണ്ണൊക്കെ ഉപയോഗിച്ച് പോയിന്റ് ചെയ്യുമ്പോൾ അതിലിങ്ങനെ മാർക്കിംഗ് ഒക്കെ കാണുമല്ലോ. അതുപോലെ ഫോർ എക്സാമ്പിൾ ഇങ്ങനത്തെ ഒരു മാർക്കിംഗ് ഉണ്ടെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ വേണം, പ്ലസ് ആയിട്ടിടാം, കുറച്ചൊരു സ്ഥലത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പൊ പ്ലസ് മതി. അപ്പൊ ഇങ്ങനത്തെ ഒരു മാർക്കിംഗ് ഉണ്ടെന്ന് വെക്കുക. നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ബ്രൈറ്റ് ഫ്രിഞ്ചിന്റെ സെന്ററിൽ കൊണ്ടുപോയിട്ട് ഇതിനെ വെക്കും. അപ്പൊ ഐപീസിനെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് ഒരു ബ്രൈറ്റ് ഫ്രിഞ്ചിന്റെ സെന്ററിൽ ഈ മാർക്ക് ചെയ്തതുപോലെ ഐപീസിനെ നിർത്തും. എന്നിട്ട് ആ IPC ഏത് പൊസിഷനിലാണ് ഉള്ളത് എന്നുള്ളത് ഈ വാല്യൂ നോക്കും, താഴത്തെ വാല്യൂ നോക്കും. ഓക്കെ, അപ്പോ ഫോർ എക്സാമ്പിൾ ആ വാല്യൂ x0 എന്നുള്ള വാല്യൂ എന്ന് വിചാരിക്കാം. മനസ്സിലാകുന്ന പോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ 10 സെന്റിമീറ്ററിൽ നിൽക്കുമ്പോൾ നമ്മുടെ മാർക്കിംഗ് ഏതോ ഒരു ബ്രൈറ്റ് ഫ്രിഞ്ചിന്റെ സെന്ററിൽ നിൽക്കണമെന്ന് അർത്ഥം. 10 സെന്റിമീറ്റർ എന്നുള്ള വരെ ഞാൻ x0 എന്ന് എഴുതിയത് മാത്രം. ഇനി നമ്മൾ അതിനെ IPC പതുക്കെ കൊണ്ടുവരികയാണ്. ഓക്കെ, വേറെ ഒരു ബ്രൈറ്റ് ഫ്രിഞ്ചിന്റെ സെന്ററിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്. ഓക്കെ, അപ്പൊ എത്ര ബ്രൈറ്റ് ഫ്രിഞ്ചുകൾ കഴിഞ്ഞ് വന്നു എന്നുള്ളത് നമ്മൾ കൗണ്ട് ചെയ്തിട്ട് വരണം. അപ്പൊ ഉദാഹരണത്തിന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ വരച്ച് കാണിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇപ്പൊ ഇത് ബ്രൈറ്റ് ആണ്, ഇത് ബ്രൈറ്റ് ആണ്, ഇത് ബ്രൈറ്റ് ആണ്, ഇത് ബ്രൈറ്റ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെയാണ് ആദ്യത്തെ ആ പ്രസന്റ് ആകും. നമ്മൾ ഇവിടെയാണ് നിർത്തിയത്. അപ്പൊ ഈ വാല്യൂനെ x0 എന്ന് വിചാരിക്കുക. അതിനെ മൂവാക്കി നമ്മൾ ഇവിടെ എത്തിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ എത്ര ഫ്രിഞ്ചസ് നമ്മൾ മൂവായി? 4 ഫ്രിഞ്ചസ് അല്ലെ? 1 2 3 സോറി 3 ഫ്രിഞ്ചസ് നമ്മൾ എന്ത് ചെയ്തു? മൂവായി. അപ്പൊ ഈ പൊസിഷൻ xn ആണെന്ന് വിചാരിക്കുക. xn. അപ്പൊ ആ പൊസിഷൻ xn ആണ്. അപ്പൊ നമ്മളിതില് വാല്യൂ നോക്കുമ്പോൾ ആ പൊസിഷൻ xn. ഇപ്പൊ ഇവിടെ 10 സെന്റിമീറ്റർ ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇതൊരു 18 സെന്റിമീറ്റർ ആയിരുന്നു വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ. അപ്പൊ അതിനാണ് xn എന്ന് കൊടുത്തത്.
ഇവിടെ n എന്ന് വെച്ചാൽ എത്ര ഫ്രിഞ്ചസ് നമ്മൾ കൗണ്ട് ചെയ്തു എന്നുള്ളത്. അപ്പൊ ആദ്യം ഒരു ഫ്രിഞ്ചിൽ നമ്മൾ വെച്ചു, എന്നിട്ട് 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, 4 കഴിഞ്ഞു, ഇങ്ങനെ മൂവാക്കി കൊണ്ടുവന്നല്ലോ. അപ്പൊ എത്ര ഫ്രിഞ്ചസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇപ്പൊ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കണം എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ തൽക്കാലം 3 ആണ്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ ആണ് n. സോ n എന്ന് വെച്ചാൽ എത്ര എണ്ണത്തിന് നമ്മൾ കൗണ്ട് ചെയ്തു എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത് ഉപയോഗിച്ച് നമുക്ക് വിഡ്ത്ത് കണ്ടുപിടിക്കാലോ. എങ്ങനെ? വിഡ്ത്ത് ബീറ്റ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? xn മൈനസ് x0 ഡിവൈഡ് ബൈ n ചെയ്താൽ മതി. കാരണം 10 സെന്റിമീറ്റർ ഉണ്ടാകുന്ന ഐ പീസ് ഇപ്പൊ 18 സെന്റിമീറ്ററിൽ എത്തി. അപ്പൊ എത്ര കൂടിയിട്ടുണ്ട്? 8 സെന്റിമീറ്റർ നമ്മുടെ ഐ പീസ് മൂവ് ആയിട്ടുണ്ട്. ഈ 3 ഫ്രിഞ്ചിന് വേണ്ടിയിട്ട്, ആ 3 ബ്രൈറ്റ് ഫ്രിഞ്ചസിന് വേണ്ടിയിട്ട് 8 സെന്റിമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ ഒരു ആൾക്ക് വേണ്ടിയിട്ട് എത്ര പോയിട്ടുണ്ടോ? 8/3 ആണല്ലോ. അപ്പൊ ഒരാൾക്ക് വേണ്ടിയിട്ട് 8/3, 18 കൊണ്ട് 19 ആക്കാം. അപ്പൊ കുറച്ചുകൂടി നല്ല വില കിട്ടും. ഓക്കെ, അപ്പൊ ആൻസർ എന്ത് വരും? 9/3, 3 സെന്റിമീറ്റർ എന്ന് കിട്ടും അല്ലെ? എന്നല്ലേ വരിക? അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. അപ്പൊ x9 മൈനസ് x0 ഡിവൈഡ് ബൈ n, ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ബീറ്റ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ബീറ്റയും കിട്ടി, ക്യാപിറ്റൽ ഡിയും കിട്ടി. ഇനി സ്മോൾ ഡി വേണം. സ്മോൾ ഡി കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മളിവിടെ L1 L2 എന്നുകൊണ്ടുള്ള 2 പൊസിഷൻസ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു പ്രിസം ഉള്ളൂ കേട്ടോ. സോറി, പ്രിസം അല്ല, നമ്മുടെ ലെൻസ് ഒന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ കാണുമ്പോൾ 2 ലെൻസ് ഉള്ളത് പോലെ തോന്നും, ആകെ ഒരു ലെൻസ് ഉള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ ലെൻസിനെ ഈ ഐ പീസിന്റെ അടുത്തോട്ട് കൊണ്ടുവന്ന് വെക്കും. ഓക്കെ, അടുത്തോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മുടെ ഫ്രിഞ്ചസ് കറക്റ്റ് ആയിട്ട് കാണുന്നത് പോലെ ഐ പീസിനെ റെഡി ആയിട്ട് വെക്കും. അപ്പൊ ഫോർ എക്സാമ്പിൾ ലെൻസിനെ ഇവിടെ നിർത്തിയിട്ട് നമ്മൾ ഐ പീസിനെ അഡ്ജസ്റ്റ് ചെയ്യും. ഫ്രിഞ്ച് കറക്റ്റായിട്ട് കാണുന്ന ഡിസ്റ്റൻസിൽ കൊണ്ടുപോയി നിർത്തും. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇതാണ് നമ്മുടെ ലെൻസിന്റെ പൊസിഷൻ. അപ്പൊ ലെൻസിന്റെ പൊസിഷൻ ഇതാണല്ലോ നമ്മുടെ സോഴ്സ് വരുന്നത്. ഈ ഐ പീസിലാണല്ലോ നമ്മുടെ ഇമേജ് കിട്ടുക ആണല്ലോ. അപ്പൊ ഈ ഒരു പൊസിഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് യു എന്ന് പറയുന്ന ഡിസ്റ്റൻസും വി എന്ന് പറയുന്ന ഡിസ്റ്റൻസും കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ അല്ലെ? ഇമേജിലോട്ടുള്ള ഡിസ്റ്റൻസും ഒബ്ജക്റ്റിലോട്ടുള്ള ഡിസ്റ്റൻസും കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ യുവും വിയും കിട്ടി. അതേപോലെ ഈ ഐ പീസിൽ തന്നെ നമുക്ക് ഫ്രിഞ്ചസും കാണാൻ പറ്റുമല്ലോ. ഫ്രിഞ്ചസ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞല്ല, ഇവിടെ ഒരു ഇമേജ് കാണാം, ഇവിടെ ഒരു ഇമേജ് കാണാം. അങ്ങനെ 2 ഇമേജസ് കാണാൻ പറ്റുമല്ലോ. നമ്മൾ ഒരാളിൽ തന്നെ 2 സോഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത് അല്ലെ? ഒരു സോഴ്സിനെ 2 സോഴ്സാക്കി മാറ്റി എന്നാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സോഴ്സ് മൂലം ഒരു ഇമേജും ആ സോഴ്സ് മൂലം ഒരു ഇമേജും കിട്ടും. അങ്ങനെ 2 ഇമേജസ് ആയിരിക്കും നമുക്ക് നമ്മുടെ ഐ പീസിൽ കിട്ടുക. ആ ഇമേജസിന് ഇടയിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കും. അപ്പൊ ഐ പീസിൽ തന്നെ ആ മൈക്രോമീറ്ററിന്റെ മാർക്കിങ്സ് ഉണ്ടാവും. ആ മാർക്കിങ്സ് ഉപയോഗിച്ചിട്ട് ആ 2 ഇമേജ്, ഇപ്പൊ ഫസ്റ്റ് ഇമേജ് ഇവിടെയാണ്, സെക്കൻഡ് ഇമേജ് ഇവിടെയാണ് ഉണ്ടായെന്ന് വിചാരിക്കാം നമ്മുടെ ഐ പീസിൽ. ഓക്കെ, അപ്പൊ ആ ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യും. അത് ഫോർ എക്സാമ്പിൾ D1 എന്ന് കിട്ടിയെന്ന് വിചാരിക്കുക. ആ ഡിസ്റ്റൻസ് എത്ര കിട്ടി? D1 എന്ന് കിട്ടിയെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്ത് പറയാൻ സാധിക്കുമെന്ന് വെച്ചാൽ V/U ഈക്വൽ ടു D1/D എന്നൊരു ഇക്വേഷൻ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കാരണം ഇമേജിലോട്ടുള്ള ദൂരം ഡിവൈഡഡ് ബൈ ഒബ്ജക്റ്റിലോട്ടുള്ള ദൂരം ഈക്വൽ ടു ആ ഇമേജസിന്റെ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ്. ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ് വരിക. ഓക്കെ, അപ്പോ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? നമ്മുടെ ലെൻസിനെ ഈ സ്ലിറ്റിന്റെ തൊട്ടടുത്തോട്ട് കൊണ്ടുവന്ന് നിർത്തി, ബൈപ്രസത്തിന് തൊട്ടടുത്ത് കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് ഇവനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് ഇമേജ് വരുന്ന പൊസിഷനിൽ കൊണ്ടുപോയി നിർത്തി. അതിന്ന് ഈ മാർക്കിങ്സ് ഉപയോഗിച്ച് യുവും വിയും കണ്ടുപിടിച്ചു, 2ഉം കണ്ടുപിടിച്ചു. ആ ഐ പീസ് തന്നെ ഉപയോഗിച്ചിട്ട് D1ഉം D2ഉം കണ്ടുപിടിച്ചു. D1 D2 എന്ന് പറയും, സോറി D1 കണ്ടുപിടിച്ചു. അതായത് ആ 2 ഇമേജസിനിടയിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. എന്നാൽ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുള്ള ഇക്വേഷൻസിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഈ ലെൻസിന്റെ പൊസിഷൻ നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് മാറ്റുന്നു, ബാക്കിലോട്ട് കൊണ്ടുവരുന്നു. എവേ ഫ്രം ദി ബൈപ്രിസം, പ്രിസത്തിന്റെ ബാക്കിലോട്ട് കൊണ്ടുപോകുന്നു. ഓക്കെ, എന്നിട്ട് ഈ ലെൻസ് ഇപ്പൊ നമ്മൾ ഇവിടെ എത്തിച്ചു. അവിടെ എത്തിച്ചപ്പോഴും ഫ്രിഞ്ചസ് കറക്റ്റായിട്ട് കാണാൻ പറ്റിയെന്ന് വിചാരിക്കുക. അപ്പൊ ബാക്കിലോട്ട് കൊണ്ടുവന്ന് എവിടെയാണോ കറക്റ്റ് ഫ്രിഞ്ചസ് വീണ്ടും കാണുന്നത് അവിടെ നിർത്തി. ഓക്കെ, അപ്പൊ അവിടെ നിർത്തി കഴിയുമ്പോൾ ഇപ്പൊ യു മാറി, വിയും മാറി അല്ലെ? കാരണം പൊസിഷൻ മാറിയതുകൊണ്ട് ആ 2 വാല്യൂസും മാറി. അതേപോലെ തന്നെ ഐ പീസിൽ ഇപ്പോഴും 2 ഇമേജസ് കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് മാറിയിട്ടുണ്ടാവും. ആ പുതിയ ഡിസ്റ്റൻസിനെ നമുക്ക് D2 എന്നും വിളിക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതാണ് പുതിയ ഇമേജസ് എന്ന് വിചാരിക്കുക. അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് എന്ത് പേര് കൊടുക്കാം? D2 എന്നൊരു പേര് കൊടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ അവിടെ വരുന്ന ഇക്വേഷൻ ആണ് U/V ഈസ് ഈക്വൽ ടു D2/V. ഇതാണ് അവിടെ വലിയ ഇക്വേഷൻ വരിക. ഓക്കെ, അപ്പൊ ആദ്യം L1 എന്നുള്ള പൊസിഷനിൽ നമ്മൾ ലെൻസിനെ നിർത്തി, പിന്നെ L2 എന്നുള്ള പൊസിഷനിൽ ലെൻസിനെ നിർത്തി. അങ്ങനെ 2 രീതിയിൽ കണ്ടുപിടിച്ചു. ഇവർ 2 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പൊ ഇവർ 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോക്കിക്കോളൂ, ഇവിടെ ആരൊക്കെയുണ്ട്? V/U ഇൻറ്റു U/V ഈക്വൽ ടു അവിടെ ആരൊക്കെയുണ്ട്? D1/D ഇൻറ്റു D2/D എന്ന് വരും. 2 ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ 1 ഈക്വൽ ടു D1 D2
d² എന്ന് വരും. അതിൽ നിന്നും d² ഈക്വൽ ടു d1 d2 എന്ന് കിട്ടും. ഈ d1 d2 എന്നുള്ള ഡിസ്റ്റൻസ് നമുക്ക് എന്താണ് ഓട്ടോമാറ്റിക്കലി നമുക്ക് അറിയാനായിട്ട് സാധിക്കും അല്ലെ. നമുക്ക് IPSലുള്ള മാർക്കിങ്സ് ഉപയോഗിച്ചിട്ട് d1 d2 കണ്ടുപിടിക്കാം. അപ്പൊ അതിൽ നിന്ന് d കിട്ടുമല്ലോ, d is equal to root of d1 d2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മുടെ പ്രൊസീജിയർ. എന്ത് കണ്ടുപിടിക്കാനായിട്ട്? ആ സ്മോൾ ലെറ്റർ d എന്ന് പറയുന്ന ആ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ടുള്ള പ്രൊസീജിയർ. അപ്പൊ d1 d2 മാത്രം നമുക്ക് കിട്ടിയാൽ മതി. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ 3 പേര് നമുക്ക് കിട്ടി. അവിടുന്ന് ആരെ കണ്ടുപിടിക്കുന്നു? ലാംഡനെ കണ്ടുപിടിക്കുന്നു. സോ ഇതാണ് നമ്മുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. സോ ഇതായിട്ട് ഇവിടെ തന്നിട്ടുണ്ടോ? മെഷർമെന്റ് ഓഫ് ഡി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പോർഷൻ അവിടെ തന്നിട്ടുണ്ടോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അതിനൊരു കാര്യം പറഞ്ഞാൽ മറന്നുപോയി. നമ്മൾ ബീറ്റ കണ്ടുപിടിക്കാൻ ഇതിങ്ങനെ മൂവ് ആക്കുന്നു പറഞ്ഞല്ലോ. അപ്പൊ ഞാനിപ്പോ n=3 എന്നാണ് എടുത്തത്. നോർമലി അത് 20, 25, 30 കണ്ടിട്ട് കുറച്ച് വലിയ നമ്പേഴ്സ് ആണ് എടുക്കുക. കേട്ടല്ലോ, ഞാൻ ചുമ്മാ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് 3 എടുത്തേ ഉള്ളൂ. നോർമലി നമ്മളത് കുറച്ച് വലിയ നമ്പേഴ്സ് ആണ് എടുക്കുക. ഓക്കെ, ഇനി ഡി കണ്ടുപിടിക്കാൻ ആ ആംഗിൾ അറിഞ്ഞാലും നമുക്ക് ഡി കണ്ടുപിടിക്കാം. ആംഗിൾ അറിഞ്ഞാലും നമുക്ക് ഡി കണ്ടുപിടിക്കാം. സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ തന്നെയാണ്. ഓക്കെ, നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇത് 30 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ വളരെ ചെറിയ ആംഗിൾ ആണ്. ഓക്കെ, അപ്പൊ ഒരു ആംഗിൾ അറിഞ്ഞാലും നമുക്ക് അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? ഡി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. സോ ഇതാണ് നമ്മുടെ ഈ ഒരു ഫ്രസ്നലിന്റെ തിയറംസ് എന്ന് പറയുന്നത്. ഐ മീൻ എക്സ്പെരിമെന്റൽ സെറ്റപ്സ് എന്ന് പറയുന്നത്. അപ്പൊ നന്നായിട്ട് നോക്കുക. ഡബിൾ മിറർ എക്സ്പെരിമെന്റും അതുപോലെ തന്നെ ബൈപ്രസവും. ഓക്കെ, രണ്ടും പഠിക്കുക. ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാം, അത് പറഞ്ഞുതരാം. അതിന്റെ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കണ്ടുമുട്ടാം. സോ ഫ്രണ്ട്സിനെല്ലാവർക്കും ഷെയർ ചെയ്ത് നോക്കുക. അതുപോലെ കെമിസ്ട്രി മാത്സ് ക്ലാസ്സുകൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കൂടി കണ്ടു നോക്കുക. അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കിട്ടുന്നതായിരിക്കും. അടുത്ത വീഡിയോയുമായി കണ്ടുമുട്ടാം. അതുവരെ ഇവിടെ സൈനിങ് ഓഫ്. ബൈ.